ഹലോ ഓൾ, വെൽക്കം ടു ദീക്ഷ ക്ലാസ് റൂം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ NTA നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി നടന്ന NTA നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്സിലെ ചില ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ ഫുൾ ഫോം ഓഫ് നീറ്റ്, എ റീസെൻ്റ്ലി launched scheme of MHRD, Government of India is. MHRD റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നീറ്റ് എന്ന ഒരു സ്കീമിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നാഷണൽ എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നാഷണൽ എഡ്യൂക്കേഷണൽ അലയൻസ് ഫോർ ടെക്നോളജി. ഓപ്ഷൻ സി നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെസ്റ്റിംഗ്. ഓപ്ഷൻ ഡി നാഷണൽ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നീറ്റിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് കമൻറ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. നീറ്റ് എന്ന റീസെൻ്റ്ലി MHRD ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമിൻ്റെ ഫുൾ ഫോം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. നാഷണൽ എഡ്യൂക്കേഷണൽ അലയൻസ് ഫോർ ടെക്നോളജി എന്നതാണ് നീറ്റിൻ്റെ ഫുൾ ഫോം. നീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2019 MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീറ്റ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിന്നുപോയ ഒരു വിഭാഗത്തെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും യൂത്തിന് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കുക എന്നുള്ളതും, അങ്ങനെ യൂത്തിനെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും, അങ്ങനെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതുമാണ് നീറ്റ് എന്ന സ്കീം കൊണ്ട് MHRD ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, an inter-university center for yogic science has been set up by University Grants Commission in the state of. ചോദ്യം വളരെ കൃത്യമാണ്. യോഗിക് സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി UGC ഏത് സ്റ്റേറ്റിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. 1 കർണാടക, 2 മധ്യപ്രദേശ്, 3 ഉത്തരാഖണ്ഡ്, 4 ഹിമാചൽ പ്രദേശ്. ഈ 4 സംസ്ഥാനങ്ങളിൽ ഏത് സംസ്ഥാനത്താണ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗിക് സയൻസസ് UGC സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം കർണാടകയിലെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗിക് സയൻസസ് UGC സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ട് UGC ഉദ്ദേശിക്കുന്നത് യോഗയെക്കുറിച്ചുള്ള നോളജ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതും, എന്താണ് യോഗയുടെ പർപ്പസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള റിസർച്ച്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് UGC ഇത്തരത്തിലുള്ള ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗിക് സയൻസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ, കർണാടകയിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. When did the United Nations Environmental Program UNEP and the International Program in Environmental Education IEEP come into existence? UNEP പ്രോഗ്രാമും അതുപോലെ IEEP പ്രോഗ്രാമും
യുണൈറ്റഡ് നേഷൻസ് എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? അത് എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 വർഷങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് 1972 ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ 1975 ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ 1982 ആണ്. നാലാമത്തെ ഓപ്ഷൻ 1992 ആണ്. ഈ 4 വർഷങ്ങളിൽ ഏത് വർഷത്തിലാണ് UNEPയും IEEPയും നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ആൻസർ 1975 എന്നുള്ളതാണ്. 1975 യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ പ്രോഗ്രാം UNEPയും ഇന്റർനാഷണൽ പ്രോഗ്രാം ഇൻ എൻവിറോൺമെന്റൽ എഡ്യൂക്കേഷൻ IEEPയും നിലവിൽ വന്നിട്ടുള്ളത്. UNOയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ പ്രത്യേകിച്ചും യുനെസ്കോയുടെ ഒരു പദ്ധതിയാണിത്. എൻവിറോൺമെന്റൽ എഡ്യൂക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട കരിക്കുലം, അതിൻ്റെ മെറ്റീരിയൽസ്, അതിൻ്റെ റിസർച്ച്, അതുപോലെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എൻവിറോൺമെന്റൽ എഡ്യൂക്കേഷൻ, അഡ്വൈസറി സർവീസസ്, പ്രത്യേകിച്ചും ഈ ഒരു പ്രോഗ്രാമിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് എൻവിറോൺമെന്റൽ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അഡ്വൈസറി സർവീസസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് UNEP കൊണ്ടും IEEP കൊണ്ടും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് 2011, which state or union territory had the maximum number of graduates in relation to its population? 2011 നമുക്കറിയാം, ഇന്ത്യയിൽ 2011 ഒരു സെൻസസ് നടന്നിട്ടുണ്ട്. ആ സെൻസസ് അനുസരിച്ച് ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് അതിൻ്റെ പോപ്പുലേഷന്റെ തോതനുസരിച്ചുള്ള നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ഏറ്റവും കൂടുതലുള്ളത് എന്നതാണ് ചോദ്യം. നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് പോപ്പുലേഷൻ, ജനസംഖ്യാനുപാതികമായി ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള സ്റ്റേറ്റ് ഏതാണ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി ദാമൻ ആൻഡ് ദിയു, ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. ഈ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ചോദിച്ചത് മാക്സിമം നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ എന്നല്ല. മാക്സിമം നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ എന്നല്ല, മറിച്ച് ജനസംഖ്യാനുപാതികമായി ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അതിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഉത്തരം ചണ്ഡീഗഡ് ആണ്. 2011 സെൻസസ് അനുസരിച്ച് ജനസംഖ്യാനുപാതികമായി ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറി ചണ്ഡീഗഡ് ആണ്. യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഈ 4 സംസ്ഥാനങ്ങളിൽ ചണ്ഡീഗഡ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1, a deemed to be university is a non-affiliating university. Statement 2, the teacher-student ratio in a deemed to be university must not be less than 1:10. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. In light of the above statements, choose the correct answer from the options given below. മുകളിലെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. മുകളിൽ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ഫാൾസ് ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി പറയുന്നത്
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ബട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, കറക്റ്റ് ആണ് എന്നുള്ളതാണ്. നമുക്കിതിന്റെ ആൻസർ ഏതാണ് എന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഈസ് എ നോൺ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി നോൺ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. നമുക്കറിയാം അത് ശരിയാണ്. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി നോൺ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആണ്. വേറെയും പ്രത്യേകതകൾ ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അതിലൊന്ന്, ഒരു യൂണിവേഴ്സിറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആവണമെങ്കിൽ മിനിമം 100 ടീച്ചേഴ്സും 2000 സ്റ്റുഡൻസും ആവശ്യമുണ്ട്. ഈ സ്റ്റുഡൻസിൽ തന്നെ 1/3 ടോട്ടൽ സ്റ്റുഡൻസിന്റെ 1/3 ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, അത് നോൺ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേത്, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഫീസ് സ്ട്രക്ചർ ഉണ്ടാവാം, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവാം. മിനിമം 100 ടീച്ചേഴ്സും 2000 സ്റ്റുഡൻസും നിർബന്ധമാണ്. ഒരു യൂണിവേഴ്സിറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആവണമെങ്കിൽ മിനിമം 100 ടീച്ചേഴ്സും 2000 സ്റ്റുഡൻസും മിനിമം വേണം. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിലെ 1/3 ഭാഗം പോസ്റ്റ് ഗ്രാജുവേറ്റിന് പഠിക്കുന്നവരും, അതുപോലെ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഈസ് എ നോൺ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം അത് ശരിയാണ്. ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി നോൺ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആണ്. അതുപോലെ ഇതിലെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആവണമെങ്കിൽ അവിടെ മിനിമം 100 ടീച്ചേഴ്സും 2000 സ്റ്റുഡൻസും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിലെ ടോട്ടൽ സ്റ്റുഡൻസിന്റെ 1/3 ഭാഗം റിസർച്ച് ചെയ്യുന്നവരോ അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്നവരോ, ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവരോ ആയിരിക്കണം. ഡീംഡ് ടു യൂണിവേഴ്സിറ്റിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഫീസ് സ്ട്രക്ചേഴ്സും അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ മറ്റ് പ്രത്യേകതകളാണ്. നമ്മളിതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത എക്സാമിൽ നമുക്ക് കൂടുതൽ ഉപകരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്, ദ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ ഇൻ എ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 1:10 എന്നുള്ളതാണ്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം നോട്ട് ബി ലെസ് ദാൻ 1:10 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നാൽ 1:15 ഒക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം 1:15 ഒക്കെ ശരിയാവാം. പക്ഷേ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് 2, ദ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ ഇൻ എ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 1:10. അധ്യാപക വിദ്യാർത്ഥി അനുപാതം മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 1:10 എന്നാണ് സ്റ്റേറ്റ്മെന്റ് 2-ൽ തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ, അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:20 ആണ്. 20 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്നുള്ളതാണ് അതിൻ്റെ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് വരും ദിവസങ്ങളിലായി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.